ഒരു കാര്യം ചോദിക്കട്ടെ, ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയി സംസാരിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന തരം ഫ്രേസസും എക്സ്പ്രഷൻസും എല്ലാം പഠിച്ചു വെക്കണം അല്ലേ? അത് മാത്രമല്ല, പുതിയ വാക്കുകളും പഠിക്കണം. പക്ഷെ പഠിച്ചാൽ മാത്രം പോരാ, അതെല്ലാം ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണം. അതാണ് നമ്മുടെ ഈ പുതിയ സീരീസിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഡേ 7 ആണ്. പക്ഷെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് ഡേ 6 ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് കാണണമല്ലോ. നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടല്ലോ. ഇവിടെ തമാശ എന്താന്ന് വെച്ചാൽ, ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നിങ്ങൾ എല്ലാവരും ശരിയാക്കി. കൂട്ടത്തിൽ സിമ്പിൾ ആണെന്ന് തോന്നുന്ന കാര്യമാണ് ചിലർക്കെങ്കിലും സംശയം തോന്നിയത്. ഇതെന്താന്ന് മനസ്സിലായോ? ഫോറും സിൻസും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ഈ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ കഴിഞ്ഞ ആഴ്ച തുടങ്ങി എന്നർത്ഥം കിട്ടണമെങ്കിൽ സിൻസ് ലാസ്റ്റ് വീക്ക് എന്ന് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ അരമണിക്കൂർ നേരം എന്ന അർത്ഥം വരണമെങ്കിൽ ഫോർ ഹാഫ് ആൻ അവർ എന്നും പറയണം. അപ്പോൾ കാര്യം നിസ്സാരമാണെങ്കിലും അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി ഉപയോഗിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് പുതിയ ക്ലാസ്സിലേക്ക് കിടക്കാലോ. ഇന്ന് എല്ലാ ദിവസത്തെയും പോലെ അല്ല കേട്ടോ. പലർക്കും ഡൗട്ടുള്ള അത്ര ഈസി അല്ലാത്ത ഒരു ഫ്രേസ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇപ്പൊ മലയാളത്തിൽ നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറയാറില്ലേ, കൊടുക്കും തോറും നിങ്ങൾക്ക് ലഭിക്കും. അതായത് നിങ്ങൾ കൊടുക്കും തോറും നിങ്ങൾക്ക് കിട്ടും എന്ന്. അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാനാണ് ആദ്യം നോക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ, പാരലൽ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എത്ര അധികം കൊടുക്കുന്നോ അത്ര അധികം കിട്ടും, അതല്ലേ അർത്ഥം വരുന്നത്. അപ്പൊ അവിടെ നമ്മളത് ഇംഗ്ലീഷിൽ പറയുന്നത് ദാ ഇങ്ങനെയാണ്: ദ മോർ യു ഗിവ് ദ മോർ യു റിസീവ്. അതായത് നിങ്ങൾ എത്രയധികം കൊടുക്കുന്നോ, ദ മോർ യു ഗിവ് അത്രയധികം കിട്ടും, ദ മോർ യു റിസീവ്, ദ മോർ യു ഗെറ്റ് എന്നും പറയാം കേട്ടോ. അപ്പൊ ഇവിടെ ദ മോർ അങ്ങനെ ഒരു ഫ്രേസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഒറ്റ നോട്ടത്തിൽ അത് ഈസി ആണെന്ന് തോന്നും, പക്ഷെ അതിന്റെ കാര്യം കുറച്ച് മനസ്സിലാക്കാനുണ്ട്. ഒന്നാമത്തത്, നമ്മൾ ഇവിടെ ദ മോർ എന്നൊരു വാക്ക് ഉപയോഗിച്ചല്ലോ. ഈ മോർ എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ഒരു ആഡ്ജക്റ്റീവിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ, ബിഗ്. ആ ആഡ്ജക്റ്റീവിന് 3 ഫോംസ് ഉണ്ട്. ഏതൊക്കെയാണ്? ബിഗ്, ബിഗർ, ബിഗ്ഗസ്റ്റ്. ഇവിടെ ബിഗ് എന്ന് പറയുന്നത് പോസിറ്റീവും, ബിഗർ കമ്പാരിറ്റീവും, ബിഗ്ഗസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഫോമുമാണ്. അതുപോലെ മച്ച് അല്ലെങ്കിൽ മെനി, ഈ ആഡ്ജക്റ്റീവിന്റെ ആ പോസിറ്റീവ് ഫോമിന്റെ കമ്പാരിറ്റീവ് ഫോമാണ് മോർ. അതിന്റെ സൂപ്പർലേറ്റീവ് ഫോം മോസ്റ്റ് ആണ്. അത് നമുക്കിവിടെ ആവശ്യമില്ല. അപ്പൊ ദ മോർ എന്ന് പറഞ്ഞല്ലോ, ആ മോർ എന്ന് പറയുന്നത് ഒരു കമ്പാരിറ്റീവ് ഫോം ആണ്. മനസ്സിലായല്ലോ? ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി ഇവിടെ നമ്മളിത് കാണുമ്പോൾ പെട്ടെന്ന് ഈസി ആണെന്ന് തോന്നും. കാരണം ഇതുപോലെ ദ മോർ എന്ന് പറഞ്ഞ് ഉപയോഗിച്ചാൽ മതിയല്ലോ എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക. പക്ഷെ എല്ലാ സെന്റൻസസിലും ഇതേ ഫോമിലല്ല ഈ കാര്യം വരിക എന്നുള്ളതാണ് പ്രധാനം. അവിടെയാണ് ഇത് ബുദ്ധിമുട്ടാവുന്നത്. പക്ഷെ ആദ്യം നമുക്ക് ഇതുപോലെ തന്നെ വരുന്ന 2-3 സെന്റൻസസ് ഉപയോഗിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യാം. എന്നിട്ട് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള തരം സെന്റൻസസിലേക്ക് പോവാം. അടുത്ത സെന്റൻസ് കണ്ടോ, എത്രയേറെ അധ്വാനിക്കുന്നോ അത്രയേറെ നിങ്ങൾ സമ്പാദിക്കും എന്നാ പറയുന്നത്. അപ്പൊ അവിടെയും പാരലൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എത്രയധികം നിങ്ങൾ ജോലി ചെയ്യുന്നോ അത്രയധികം നിങ്ങൾ ഏൺ ചെയ്യും, അല്ലെ, സമ്പാദിക്കും എന്നാ പറയുന്നത്. അപ്പൊ അവിടെ എങ്ങനെ പറയും? ദ മോർ യു വർക്ക് ദ മോർ യു ഏൺ. അപ്പോ ദ മോർ യു വർക്ക് അവിടെ എങ്ങനെയാ വന്നതെന്ന് കണ്ടോ? ദ മോർ കഴിഞ്ഞിട്ട് നമ്മൾ യു വർക്ക്, അത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലോസ് എന്ന് പറയും. അതായത് യു സബ്ജക്റ്റും ഉണ്ട്, വർക്ക് എന്ന് പറയുന്ന വേർബും വന്നിട്ടുണ്ട്. അടുത്ത ഭാഗത്തോ അതേപോലെ തന്നെ ദ മോർ യു ഏൺ, ദ മോർ കഴിഞ്ഞിട്ട് യു ഏൺ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. പക്ഷെ ഇതേ കാര്യം എനിക്ക് പലതരത്തിൽ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും. ഇതേ അർത്ഥം കിട്ടാൻ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം: ദ ഹാർഡർ യു വർക്ക് ദ മോർ യു ഏൺ. കണ്ടോ, ഇതേ സ്ട്രക്ചർ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അവിടെ ആദ്യത്തെ ഭാഗത്ത് ദ മോർ വന്നിട്ടില്ല. എന്താ കാര്യം? അവിടെ ഞാൻ ഹാർഡ് എന്ന് പറയുന്ന ഒരു വാക്കാണ് ഉപയോഗിച്ചത്. എങ്ങനെയാ വന്നത്? ദ ഹാർഡർ. കണ്ടോ, അവിടെ ദ മോർ ഹാർഡ് എന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം ഹാർഡ് എന്ന് പറയുന്നതിന്റെ കൂടെ മോർ ചേരുമ്പോഴാണ് നമുക്ക് ഹാർഡർ കിട്ടുന്നത്. അപ്പൊ അവിടെ ദ ഹാർഡർ യു വർക്ക്, അത് കഴിഞ്ഞു വന്നത് എന്താ? ദ മോർ യു ഏൺ തന്നെ. കാരണം അവിടെ ദ മോർ കഴിഞ്ഞിട്ട് യു ഏൺ ആണ്. അവിടെ ദ മോർ തന്നെ വന്നേ പറ്റുള്ളൂ അല്ലെ. അവിടെ വേറൊരു ആഡ്ജക്റ്റീവ് വന്നിട്ടില്ലല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിൽ ആഡ്ജക്റ്റീവിന്റെ കൂടെ നമുക്ക് ER പറ്റുമെങ്കിൽ ചേർക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ മനസ്സിലായോ എങ്ങനെയാ വരുന്നതെന്ന്? ആദ്യത്തെ സെന്റൻസിൽ 2 സ്ഥലത്തും ദ മോർ എന്ന് പറഞ്ഞു. രണ്ടാമത്തതിൽ അർത്ഥം സെയിം തന്നെയാണെങ്കിലും വേറെ രീതിയിൽ പറഞ്ഞു. അവിടെ ദ ഹാർഡർ എന്നാണ് ആദ്യത്തെ ഭാഗത്ത് വന്നത്. അടുത്തത് നോക്കൂ, നിങ്ങൾ എത്രയേറെ പ്രാക്ടീസ് ചെയ്യുന്നു അത്രയേറെ കോൺഫിഡന്റ് ആയി തോന്നും. എങ്ങനെ പറയാ?
the more you practice, ഇനി എന്താ പറയേണ്ടത്? the more confident you feel. മനസ്സിലായോ? അല്ലെങ്കിൽ the more confident you are, you will be എന്നൊക്കെ പറയാം. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേ? the more you practice, the more confident you feel. മനസ്സിലായോ? the more confident, അത്രയേറെ കോൺഫിഡന്റ് ആയി തോന്നും, അത്രയേറെ കോൺഫിഡന്റ്, അതിനാണ് the more confident എന്ന് നമ്മൾ പറഞ്ഞത്. അടുത്തൊന്ന് നോക്കൂ. അതേപറ്റി ആലോചിക്കും തോറും ഞാൻ കൂടുതൽ കൺഫ്യൂസ്ഡ് ആകുന്നു. അതെങ്ങനെയാ പറയാ? the more I think about it, the more confused I get. ആകുന്നു എന്നുള്ളതിനാണ് നമ്മളിവിടെ get എന്ന് പറഞ്ഞത് കേട്ടോ. become എന്നും പറയാം, പക്ഷെ ഇതാണ് കൂടുതൽ നാച്ചുറൽ. ഇവിടെ എന്താ പറഞ്ഞത്? the more I think about it, the more confused I get. അപ്പൊ ഇവിടെ കൺഫ്യൂസ്ഡ് എന്ന് പറയുന്ന ആ വാക്കിന്റെ കൂടെ നമ്മൾ the more ചേർത്തു. നമ്മൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ആകുന്നു എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ടാണ് the more confused I get എന്ന് പറയുന്നത്. ഇവിടെ പ്രത്യേകം ഓർത്തേക്കണേ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, എല്ലാ സെന്റൻസസിലും the more എന്ന് തന്നെ പറഞ്ഞു വരുന്നു നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അപ്പൊ അതിന് പറ്റിയൊരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. മലയാളത്തിൽ എനിക്ക് പറയേണ്ടത്, എത്ര കുറച്ച് ചെലവാക്കുന്നോ അത്രയധികം നമ്മൾ സമ്പാദിക്കും എന്നാണ്. അപ്പൊ മലയാളത്തിൽ വന്നത് എത്ര കുറച്ച് ചെലവാക്കുന്നോ എന്നാണല്ലോ. ഇവിടെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത് നോക്കൂ. the less we spend, the more we save. ഇവിടെ the less എന്നാണ് ആദ്യം വന്നത്, more വന്നിട്ടേ ഇല്ല. എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇതൊരു പാരലൽ സ്ട്രക്ചർ ആണ്. അപ്പൊ രണ്ട് സ്ഥലത്തും കമ്പാരറ്റീവ് ഡിഗ്രി ആണ് വരേണ്ടത്. അപ്പൊ ഇവിടെ കുറച്ച് എന്നാണല്ലോ പറയുന്നത്. അപ്പൊ കുറവ്, അതിന് പറ്റിയ ആഡ്ജക്റ്റീവ് ലിറ്റിൽ ആണ്. ആ ലിറ്റിൽ എന്ന് പറയുന്നതിന്റെ കമ്പാരറ്റീവ് ഫോം ലെസ് ആണ്, സൂപ്പർലേറ്റീവ് ഫോം ലീസ്റ്റും ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ലെസ് ആണ് വേണ്ടത്. അതാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് the less we spend, the more we save. കണ്ടോ? അപ്പൊ സ്ട്രക്ചർ സെയിം ആണ്, രണ്ടിടത്തും കമ്പാരിറ്റീവ് വന്നു. പക്ഷെ ഇവിടെ നമ്മൾ മോർ കാണുന്നില്ല, കാരണം ഇവിടെ കുറച്ച് എന്ന് പറയുന്നതിന്റെ കമ്പാരിറ്റീവ് ഫോം ലെസ് ആണ്. അതുകൊണ്ട് ഇനി അടുത്ത സെന്റൻസ് ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. എത്ര കൂടുതൽ സമയം നമ്മൾ വെയിറ്റ് ചെയ്യുന്നോ അത്രയധികം അത് വഷളാകും എന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ സമയത്തെ കുറിച്ചാണ് പറയുന്നത്. എത്രയേറെ നേരം, എത്രയധികം സമയം, അർത്ഥല്ലേ? അപ്പൊ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ലോങ് എന്ന ആഡ്ജക്റ്റീവ് ആണ്. അതിന്റെ കമ്പാരിറ്റീവ് യൂസ് ചെയ്യണം. എന്ത് പറയുന്ന അറിയാമോ? the longer we wait, the worse it gets. ഈ വേഴ്സ് എന്താണ്? മോശമാവുക, അപ്പൊ വഷളാവുക. മോശം എന്ന് പറയുന്നതിന്റെ ആഡ്ജക്റ്റീവ് ബാഡ് ആണ്, അതിന്റെ കമ്പാരിറ്റീവ് ഫോം ആണ് വേഴ്സ്. അതാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചത്. അവിടെ നമ്മൾ the more bad എന്ന് പറയേണ്ട കാര്യമില്ല, വേഴ്സ് എന്ന് പറഞ്ഞാൽ മതി. അതുപോലെ ആദ്യത്തെ ഭാഗത്ത് the more long എന്നല്ല, longer എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പൊ മനസ്സിലായല്ലോ? the longer we wait, the worse it gets. ഇതേപോലെ the more എന്ന് എടുത്ത് പറയാത്ത തരം ഒരു എക്സാമ്പിളോട് ഞാൻ പറയാം. മലയാളത്തിൽ ഞാൻ പറയാണ്, നിങ്ങൾ എത്ര നേരത്തെ തുടങ്ങുന്നോ അത്ര വേഗം തീർക്കാം. അപ്പൊ അതൊരു ജോലിയെ കുറിച്ചായിരിക്കും നമ്മൾ പറയുന്നതെന്നിരിക്കട്ടെ. ഇവിടെ എന്ത് പറയും? നിങ്ങൾ എത്ര നേരത്തെ തുടങ്ങുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ എന്താ പറയാ? the earlier you start, അത്ര വേഗം തീർക്കാം. the sooner you finish. അപ്പൊ ഇവിടെ ഏർലി എന്ന് പറയുന്ന ആ വാക്കുണ്ടല്ലോ, അതിന്റെ കമ്പാരിറ്റീവ് ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ the more early എന്ന് പറയണ്ട, the earlier എന്ന് പറഞ്ഞാൽ മതി. അതേപോലെ തന്നെ the more soon അല്ല, sooner. അതുകൊണ്ടാണ് the more അവിടെ ഒളിച്ചിരിക്കുകയാണ്, അത് ഹൈഡ് ചെയ്യാണ്. ശരിക്കും അവിടെ ഉണ്ട്, പക്ഷെ ആ മാത്രം നമ്മൾ ചേർത്ത് ആ സ്ട്രക്ചർ നമ്മളിവിടെ കൊണ്ടുവന്നു. ഇനി അടുത്തത് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കൂ. മുറി എത്ര ചെറുതാണോ അത്രയേറെ ചൂട് അനുഭവപ്പെടും. അവിടെ എന്ത് പറയും? നമ്മൾ മുറിയെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ചെറുത് എന്നുള്ളൊരു വാക്കാണ് വന്നത്, അല്ലെ? സ്മോൾ ആണ് വന്നത്. എന്താ പറയാ? the smaller the room, the hotter it feels. അപ്പൊ ഇവിടെ ആദ്യം വന്ന ആഡ്ജക്റ്റീവ് സ്മോൾ ആണ്, അതിന്റെ കൂടെ ചേർത്തു. അത് കഴിഞ്ഞ് ചൂട്, അത്രയേറെ ചൂട്, ആ ഹോട്ട് എന്നുള്ളതിന്റെ ഫോം കമ്പാരിറ്റീവ് ഡിഗ്രി ആണ് വരേണ്ടത്. അപ്പൊ the smaller the hotter എന്ന് രണ്ട് സ്ഥലത്തും വന്നു. മറക്കരുത്, അവിടെ നമ്മൾ ആ the ആദ്യം കൊണ്ടുവരണം കേട്ടോ. the smaller the hotter. അത് മാത്രല്ല, ഇവിടെ നമ്മൾ റൂമിനെ കുറിച്ചല്ലേ പറയുന്നത്, മുറി. അവിടെ ശ്രദ്ധിച്ചോ, the smaller the room എന്നും കൂടെ പറയണം. the smaller room എന്ന് പറഞ്ഞാൽ പോരാ, the smaller the room, the hotter it feels. ഒന്ന് രണ്ടെണ്ണം കൂടെ കാണിക്കാം. നിങ്ങൾ എത്ര വേഗം വരുന്നോ അത്രയും നല്ലത്. ഇവിടെ എന്ത് പറയും? the sooner you come, the better it will be. നല്ലത് എന്നാണ് പറഞ്ഞത്, അല്ലെ? അപ്പൊ ഗുഡ് എന്ന് പറയുന്ന ആഡ്ജക്റ്റീവിന്റെ
സെക്കൻഡ് ഫോം, കമ്പാരറ്റീവ് ഫോം ആണ് ബെറ്റർ. അതാണ് ഇവിടെ ഉപയോഗിച്ചത്. ദ മോർ ഗുഡ് പറയാൻ പറ്റില്ല, ബെറ്റർ എന്ന് പറഞ്ഞാൽ മതി. അപ്പോ ദ സൂണർ യു കം ദ ബെറ്റർ ഇറ്റ് വിൽ ബി. പക്ഷെ ഇത് നമുക്ക് വേണമെങ്കിൽ വളരെ ചെറുതായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. എന്താണെന്നറിയോ? ദ സൂണർ ദ ബെറ്റർ എന്ന് പറഞ്ഞാലും ആ ഒരു സിറ്റുവേഷനിൽ കേൾക്കുന്നവർക്ക് കാര്യം ചിലപ്പോൾ മനസ്സിലായേക്കും. അപ്പൊ ഇങ്ങനെ മാത്രം പറഞ്ഞാലും മതി, ദ സൂണർ ദ ബെറ്റർ. അവിടെ അർത്ഥമാക്കുന്നത് എത്ര വേഗം വരുന്നോ അത്രയും നല്ലത് എന്ന് തന്നെയാണ്. ഇപ്പൊ നിങ്ങളൊരു ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോറിൽ പോയി നിൽക്കട്ടെ. അപ്പൊ നിങ്ങൾ അവരോട് പറയാണ്, സ്ക്രീൻ എത്ര വലുതാകുന്നോ അത്രയും നല്ലത്. അവിടെ എങ്ങനെയായിരിക്കും പറയുന്നത്? ദ ബിഗർ ദ സ്ക്രീൻ ദ ബെറ്റർ ഇറ്റ് ഇസ്. ദ ബിഗർ ദ സ്ക്രീൻ ദ ബെറ്റർ ഇറ്റ് ഇസ്. പക്ഷെ ഇതേ കാര്യം നമുക്ക് കുറച്ചുകൂടെ ഷോർട്ടായിട്ട് ഇങ്ങനെ പറയാം, ദ ബിഗർ ദ ബെറ്റർ. പലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, സ്പോക്കൺ ഇംഗ്ലീഷിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ പറയുക, ദ സൂണർ ദ ബെറ്റർ, ദ ബിഗർ ദ ബെറ്റർ എന്നൊക്കെ. അപ്പൊ ഈ ഒരു ഫ്രേസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്, പക്ഷെ അതിനാണ് ഞാൻ ഇത്രയും എക്സാമ്പിൾസ് തന്നത്. അത് ഇനി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പലതരം എക്സാമ്പിൾസ് പറഞ്ഞൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. ഇത് അത്ര ബുദ്ധിമുട്ടുള്ളതല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വാക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് നോക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ടയർഡ് ആയിരുന്നു. അത് നമ്മൾ എങ്ങനെയാണ് സാധാരണ ഇംഗ്ലീഷിൽ പറയുക? സിമ്പിൾ അല്ലേ? ഐ വാസ് ടയർഡ് എന്ന് പറയും അല്ലേ? ഞാൻ. അതുകൊണ്ട് ഐ വാസ് ടയർഡ്. ഞങ്ങൾ ടയർഡ് ആയിരുന്നു ആണെങ്കിൽ എന്ത് പറയും? വി were ടയർഡ് എന്ന് പറയുമായിരുന്നു. അവിടെ were വരും, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ ആയിരുന്നു എന്ന് പറയാൻ, ആ ഒരു സമയത്ത് നമ്മൾ ടയർഡ് ആയിരുന്നു എന്ന് പറയാൻ നമ്മൾ വാസ് അല്ലെങ്കിൽ were അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. പക്ഷെ ഇനി ഞാൻ പറയുന്ന അതല്ല. ഞാൻ ടയർഡ് ആയി എന്നെങ്ങനെ പറയും? അത് വ്യത്യാസമുണ്ട്. ടയർഡ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു സ്റ്റേറ്റിൽ ആയിരുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. പക്ഷെ ഇതങ്ങനല്ല. നിങ്ങൾ ടയർഡ് ആയി, അവിടെ ഒരു ചേഞ്ചിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലെ? അവിടെ എന്താ പറയാ? ഐ ഗോട്ട് ടയർഡ് എന്ന് പറയും. അപ്പൊ അവിടെ ഐ ഗോട്ട് ടയർഡ് എന്ന് വെച്ചാല് ഈ ഗോട്ട് എന്ന് പറയുന്ന ആ ഒരു വേർബ് കാണുമ്പോൾ കിട്ടി എന്ന് വിചാരിക്കരുത്. നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിലായി എന്ന് പറയാൻ ഇംഗ്ലീഷിൽ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് ഈ ഒരു വേർബാണ്, ഗെറ്റ് എന്ന് പറയുന്ന വേർബ്. അതിന് പാസ്റ്റ് ടെൻസ് ആണ് ഗോട്ട്. അപ്പൊ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വേർബാണ്. ഇത് കണ്ടല്ലോ, ഐ ഗോട്ട് ടയർഡ് എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അവൾക്ക് ദേഷ്യം വന്നു എന്നെങ്ങനെ പറയും? ഷി ഗോട്ട് ആംഗ്രി എന്ന് പറയും. അവൾക്ക് ദേഷ്യം ആയിരുന്നു, അവൾ ആംഗ്രി ആയിരുന്നു എന്ന് പറയണമെങ്കിൽ ഷി വാസ് ആംഗ്രി എന്ന് പറഞ്ഞാൽ മതി. ഇതല്ല, അവൾക്ക് ദേഷ്യം വന്നു എന്നാണ് പറയേണ്ടത്. അപ്പോ ഷി ഗോട്ട് ആംഗ്രി എന്ന് പറയും. അപ്പൊ ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നിയേക്കാം, ഈ ഗോട്ടിന് പകരം ബിക്കേം എന്ന് പറഞ്ഞുകൂടെ എന്ന്. വേണമെങ്കിൽ ഷി ബിക്കേം ആംഗ്രി എന്ന് പറയാം, പക്ഷെ അത് അത്ര നാച്ചുറൽ ആയിട്ടുള്ള ഒരു രീതിയല്ല. അത് മാത്രമല്ല, അത് വളരെ ഫോർമൽ ആയിട്ട് കേൾക്കുമ്പോൾ തോന്നുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഗോട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കോൺവെർസേഷൻസിൽ സ്പോക്കൺ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുക. അപ്പൊ ഇത് നിങ്ങളത് പറഞ്ഞു നോക്കി. ഇന്റർവ്യൂവിന് മുൻപ് അയാൾ നെർവസ് ആയി എന്നെങ്ങനെ പറയും? ഹി ഗോട്ട് നെർവസ് ബിഫോർ ദ ഇന്റർവ്യൂ. ഹി ഗോട്ട് നെർവസ് എന്നാണ് പറയുന്നത്. മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഉറക്കം വന്നു. ഐ ഗോട്ട് സ്ലീപ്പി ഡ്യൂറിങ് ദ മൂവി എന്ന് പറയാം. ഐ ഗോട്ട് സ്ലീപ്പി. ഐ വാസ് സ്ലീപ്പി അല്ല. ഐ വാസ് എന്ന് വെച്ചാൽ അങ്ങനെ ആയിരുന്നു എന്നാണ്. നമ്മൾ ആദ്യം തന്നെ അങ്ങനെ ആയിരുന്നു. ഇതങ്ങനെയല്ല, അങ്ങനെ ആയി മാറി എന്ന് പറയാൻ ഐ ഗോട്ട് സ്ലീപ്പി ഡ്യൂറിങ് ദ മൂവി. ലഞ്ച് ടൈം ആയപ്പോഴേക്കും ഞങ്ങൾക്ക് വിശപ്പായി, ഞങ്ങൾ ഹംഗ്രി ആയി. വി ഗോട്ട് ഹംഗ്രി ബൈ ലഞ്ച് ടൈം. ലഞ്ച് ടൈം ആയപ്പോ, ഊണിന്റെ സമയമായപ്പോ എന്നൊരർത്ഥം കിട്ടാനാണ് ബൈ ലഞ്ച് ടൈം എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ അടുത്ത ഫ്രേസ് കാണാൻ പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫ്രേസൽ വേർബ് ആണ് കേട്ടോ. ഇപ്പൊ എനിക്ക് പറയേണ്ടത്, ഞാൻ നിങ്ങളെ കാണാൻ കാത്തിരിക്കുകയാണ് എന്നാണ്. അപ്പൊ ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം, ഇതിന് ഇംഗ്ലീഷിൽ ഐ എം വെയിറ്റിംഗ് ടു മീറ്റ് യു എന്ന് പറഞ്ഞാൽ പോരെ എന്ന്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഞാൻ ഇങ്ങനെ മലയാളത്തിൽ പറഞ്ഞെങ്കിലും ആക്ച്വലി അവിടെ ഉദ്ദേശിക്കുന്നത്, ഞാൻ നിങ്ങളെ കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു, ഞാൻ ആ ഒരു കാര്യം നടക്കുന്നതിന് ഇങ്ങനെ ഉറ്റുനോക്കിയിരിക്കുകയാണ് എന്നൊരർത്ഥം കിട്ടാനാണെങ്കിൽ അവിടെ ഞാനത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാന്നറിയാമോ? ഐ എം ലുക്കിംഗ് ഫോർവേഡ്. അത് കണ്ടല്ലോ, അത് കഴിഞ്ഞുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റിംഗ് യു എന്നാ പറയുന്നത്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തെ നോക്കി ഐ എം ലുക്കിംഗ് ഫോർവേഡ്, ടു കഴിഞ്ഞു വന്നത് മീറ്റിംഗ് എന്നാണ്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചേക്കും, ഈ ടു കഴിഞ്ഞാൽ എപ്പോഴും ബേസ് ഫോം അല്ലേ വരേണ്ടത്? ടു മീറ്റ്, ടു സീ എന്നൊക്കെയല്ലേ പറയേണ്ടത് എന്നായിരിക്കും. ശരിയാണ്. പക്ഷെ ഇവിടെ ഈ ഒരു ഫ്രേസൽ വേർബിന്റെ കാര്യത്തില് ലുക്ക് ഫോർവേഡ് ടു കഴിഞ്ഞ് വരേണ്ടത് ആ വേർബിന്റെ കൂടെയുള്ള ING ഫോം തന്നെ ആയിരിക്കണം.
ലുക്ക് ഫോർവേഡ് ടു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ വേർബിന്റെ കൂടെ ing ഫോം വരാം, അല്ലെങ്കിൽ അവിടെ ഒരു നൗൺ തന്നെ വരാം. അപ്പൊ അവിടെ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇവിടെ നമ്മൾ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റിംഗ് യു എന്ന് പറഞ്ഞില്ലേ, ആ മീറ്റിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞൊരു നൗൺ ആയിട്ടാണ് വരുന്നത്. അതായത് കൂടിക്കാണൽ, ആ കണ്ടുമുട്ടുന്ന ആ ഒരു കാര്യം, ആ ഒരു നൗൺ ആയിട്ടാണ് അതോടെ വന്നിരിക്കുന്നത്. മനസ്സിലായോ? ing ഫോം ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്താ പറയുന്നത്? ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റിംഗ് യു. ഇനി അടുത്തത്, പുതിയ ജോലി തുടങ്ങുന്നതിനായി അയാള് ഉറ്റുനോക്കിയിരിക്കുകയാണ്. അതായത് അയാൾ അതിനുവേണ്ടി പ്രതീക്ഷയോടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ അവിടെ എങ്ങനെ പറയും? അയാളാണ്, ഹി ആണ്. അപ്പൊ എന്ത് പറയാ? ഹി ഇസ് ലുക്കിംഗ് ഫോർവേഡ് ടു സ്റ്റാർട്ടിങ് ഹിസ് ന്യൂ ജോബ്. കണ്ടോ, അവിടെ ടു കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് അല്ല, ടു സ്റ്റാർട്ടിങ് ഹിസ് ന്യൂ ജോബ്. അതുപോലെ പലപ്പോഴും ഇമെയിലൊക്കെ നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട്, നിങ്ങളുടെ എന്തെങ്കിലും ഒരു മറുപടിക്കായിട്ട് ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആ ഒരു അർത്ഥം കിട്ടാൻ നമ്മൾ എന്താ പറയാ? വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു. വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ഹിയർ അല്ല കേട്ടോ, വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു. പക്ഷെ ഇത് കുറച്ചുകൂടെ ഫോർമൽ ആയിട്ട് പറയുമ്പോൾ ഒരു പക്ഷെ നമുക്ക് ഇങ്ങനെയും പറയാം, വി ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു. അപ്പൊ അവിടെ വി ആർ ലുക്കിംഗ് അല്ല, വി ലുക്ക് ഫോർവേഡ് എന്ന് പറഞ്ഞു. പക്ഷെ അവിടെയും ടു കഴിഞ്ഞ ഹിയറിംഗ് തന്നെയാ വന്നത്. വി ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു. അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ട ഈ സെന്റൻസിൽ ആ ലുക്കിംഗ് ഫോർവേഡ് കഴിഞ്ഞിട്ട് എന്താ വന്നത്? ടു ഹിയറിംഗ് ഫ്രം യു. ആ ഹിയർ എന്ന് പറയുന്ന വേർബിന്റെ കൂടെ ing ഫോം വന്നു അല്ലേ? അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു ഓർക്കുന്നുണ്ടോ, അവിടെ ഒന്നില്ലെങ്കിൽ വേർബിന്റെ കൂടെ ing ഫോം വരാം, അല്ലെങ്കിൽ അവിടെ ഒരു നൗൺ തന്നെ വരാം എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇതേ സെന്റൻസിൽ ഒരു നൗൺ തന്നെ വന്നാൽ എങ്ങനെയിരിക്കും? ഇപ്പൊ എനിക്ക് പറയണം, ഞങ്ങള് നിങ്ങളുടെ മറുപടിക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവിടെ എന്താ പറയാ? വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു യോർ റിപ്ലൈ. നിങ്ങളുടെ മറുപടി. അവിടെ റിപ്ലൈ എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്. മനസ്സിലായോ? അപ്പൊ അവിടെ വേർബിന്റെ കൂടെ ing ഫോം ഒന്നും വന്നിട്ടില്ല. അപ്പൊ ആദ്യത്തെ സെന്റൻസിൽ വേർബിന്റെ ing ഫോം ഒരു നൗണിന്റെ പോലെ വന്നു. രണ്ടാമത്തെ സെന്റൻസിൽ ശരിക്കും ഒരു നൗൺ തന്നെ വന്നു. വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു യുവർ റിപ്ലൈ. നന്നായിട്ട് പരീക്ഷ എഴുതിയൊരു കുട്ടി റിസൾട്ട്സിന് വേണ്ടിയിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കും അല്ലെ? അപ്പൊ അവിടെ നമുക്ക് ഈ ലുക്കിംഗ് ഫോർവേഡ് യൂസ് ചെയ്യാം. എന്ത് പറയും? ഹി ഈസ് ലുക്കിംഗ് ഫോർവേഡ് ടു ദ റിസൾട്ട്സ്. അവിടെ ദ റിസൾട്ട്സ് എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്. ഹി ഈസ് ലുക്കിംഗ് ഫോർവേഡ് ടു ദ റിസൾട്ട്സ്. ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ അടുത്ത് വരികയാണ്. അപ്പൊ ഞാൻ അതിന്റെ അവധിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്, ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. എന്ത് പറയും? ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ദ ഹോളിഡേയ്സ്. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ദ ഹോളിഡേയ്സ്. അപ്പൊ ലുക്കിംഗ് ഫോർവേഡ് കഴിഞ്ഞിട്ട് എന്താ വന്നേ? ലുക്കിംഗ് ഫോർവേഡ് ടു കഴിഞ്ഞിട്ട് ഒരു നൗൺ ആ വന്നത്, ദ ഹോളിഡേയ്സ്. അപ്പൊ കണ്ടോ എങ്ങനെയാണ് വേർബിന്റെ കൂടെ ing ഫോമും അല്ലെങ്കിൽ ഒരു നൗൺ തന്നെയും യൂസ് ചെയ്യുന്നതെന്ന്. അപ്പൊ ഓർത്തേക്കണം, ഒരിക്കലും ലുക്ക് ഫോർവേഡ് ടു കഴിഞ്ഞിട്ട് വെറുതെ ഒരു ബേസ് ഫോം മാത്രം ഉപയോഗിക്കരുത്. വേർബിന്റെ കൂടെ ing ഫോം തന്നെ വരണം, അല്ലെങ്കിൽ ഒരു നൗൺ വരണം. ഇനി നമ്മൾ കുറച്ച് പുതിയ വൊക്കാബുലറി പഠിക്കാൻ പോകട്ടോ, വാക്കുകൾ. പക്ഷെ ഇന്ന് പഠിക്കാൻ പോകുന്ന വാക്കുകളെല്ലാം തന്നെ വേർബ്സ് ആണ്, അതും സെൻസറി വേർബ്സ് ആണ്. അല്ലെങ്കിൽ ഇതിന് നമ്മൾ സെൻസ് വേർബ്സ് എന്ന് പറയാറുണ്ട്. അതെന്താന്ന് മനസ്സിലായോ? നമ്മുടെ 5 സെൻസസ് ഉണ്ടല്ലോ, കാണുക, കേൾക്കുക, രുചിച്ചു നോക്കുക, മണത്ത് നോക്കുക, തൊട്ട് നോക്കുക എന്നൊക്കെ പറയില്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് വേർബ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അത് ഞാൻ ഒരു സാധാരണ സെന്റൻസ് ഞാൻ നിങ്ങളെ കാണിക്കാം. അവൾ എന്നെ നോക്കി. അത് നമ്മൾ എങ്ങനെ പറയും? ഷീ ലുക്ഡ് എറ്റ് മീ എന്ന് പറയും അല്ലെ? അവൾ എന്നെ നോക്കി, ഷീ ലുക്ഡ് എറ്റ് മീ. അപ്പൊ ഇവിടെ ലുക്ക് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വേർബ്. അതൊരു ആക്ഷൻ വേർബ് ആണല്ലോ. അവൾ അവിടെ ഒരു പ്രവൃത്തി ചെയ്യുകയാണ് ചെയ്തത്. അവൾ എന്നെ നോക്കി. പക്ഷെ അടുത്ത സെന്റൻസ് നിങ്ങൾ നോക്കൂ. അവൾ ക്ഷീണിതയായി കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പൊ അവൾ ആരെയും നോക്കിയില്ല, അവളെ കണ്ടപ്പോ മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നിന്ന്. അവിടെ എന്ത് പറയും? ഷീ ലുക്ഡ് ടയർഡ്. അപ്പൊ അവള് ആരെയും നോക്കിയിട്ടില്ല കേട്ടോ. ഷീ ലുക്ഡ് എന്ന് കാണുമ്പോ അവള് നോക്കി എന്ന് പറയരുത്. അവളെ കണ്ടപ്പോ കണ്ടവർക്ക് ഇങ്ങനെ അനുഭവപ്പെട്ടു, ഇങ്ങനെ തോന്നി. അത് പറയാനാണ് നമ്മൾ ആ ലുക്ഡ് എന്ന് പറയുന്ന വേർബ് ഇവിടെ ഉപയോഗിച്ചത്. ഇതിവിടെ നമ്മളൊരു സെൻസ് വേർബായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ അവൾ ആക്ഷൻ ഒന്നും ചെയ്തിട്ടില്ല. അവളെ കണ്ടപ്പോ കണ്ടവർക്ക് ഇങ്ങനെ തോന്നുകയാണ് ചെയ്തത്. മനസ്സിലായോ? അപ്പൊ ലുക്ക് എന്ന് പറയുന്നതിന് 2 തരത്തില് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ആദ്യം അവളെ നോക്കി, രണ്ടാമത്തതില് അവൾ അങ്ങനെ കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് പറയണം, അയാളെ കണ്ടാല് അയാളുടെ പ്രായത്തിനേക്കാളും ചെറുപ്പമായിട്ടാണ് തോന്നുന്നത്. അവിടെ എന്ത് പറയും? ഹീ ലുക്സ് യങ്ങർ ദാൻ ഹിസ് ഏജ്. ഹീ ലുക്സ് യങ്ങർ ദാൻ ഹിസ് ഏജ്.
കണ്ടോ, ഹി ലുക്സ് യങ്, കൂടുതൽ ചെറുപ്പമായിട്ട് കാണപ്പെടുന്നു, കണ്ടാൽ അങ്ങനെ തോന്നുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി ചിലപ്പോൾ നമ്മൾ പറയില്ലേ, കണ്ടിട്ട് മഴ പെയ്യാൻ പോകുന്നത് പോലെ തോന്നുന്നു. അപ്പൊ ഇതെല്ലാം കാഴ്ചയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമ്മളൊരു കാര്യം കണ്ടിട്ട് നമുക്ക് അങ്ങനെ തോന്നുകയാണ്. അപ്പൊ എന്ത് പറയും? ഇറ്റ് ലുക്സ് ലൈക്ക് ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ. ഇറ്റ് ലുക്സ് ലൈക്ക് ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ. അപ്പൊ ഇറ്റ് ലുക്സ് ലൈക്ക് എന്ന് വെച്ചാൽ കണ്ടിട്ട് അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് എന്ന്. ഇനി കേൾക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അടുത്ത സെൻസ് വേർബാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഇപ്പൊ നമ്മൾ ആരെങ്കിലും വിളിക്കുമ്പോൾ അയാളുടെ ശബ്ദം കേട്ടിട്ട് നമ്മൾ പറയാണ്, നിങ്ങളുടെ ശബ്ദം കേട്ടിട്ട് ഹാപ്പി ആയി തോന്നുന്നു എന്ന്. നമ്മൾ ഇയാളെ കാണുന്നില്ല, ആ ശബ്ദത്തിൽ നിന്ന് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാണ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് പറയുന്ന അറിയാമോ ഇംഗ്ലീഷില്? യു സൗണ്ട് ഹാപ്പി. അത്രയും പറഞ്ഞാൽ മതി. അപ്പൊ യു സൗണ്ട് ഹാപ്പി എന്ന് പറഞ്ഞാല് അയാളുടെ ശബ്ദം കേട്ടിട്ട്, അയാൾ സംസാരിക്കുന്നത് കേട്ടിട്ട് നമുക്കിങ്ങനെ ഫീൽ ചെയ്തു എന്നാണ് അർത്ഥമാക്കുന്നത്. അതിന് ഇത്രയും നീളമുള്ളൊരു മലയാളം സെന്റൻസ് ആണ് സിമ്പിൾ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഷോർട്ടായിട്ട് അവിടെ പറയണമെങ്കിൽ ഈ ഒരു വേർബ് തന്നെ നമ്മൾ യൂസ് ചെയ്യണം, സൗണ്ട് എന്നത്. യു സൗണ്ട് ഹാപ്പി. ഇനി ആരെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു പ്ലാൻ പറയുമ്പോൾ അത് കേട്ടിട്ട് നമ്മൾ പറയാണ്, അത് കേട്ടിട്ട് കൊള്ളാം, അത് കേട്ടിട്ട് നന്നായിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ എന്ത് പറയും? ദാറ്റ് സൗണ്ട്സ് ഇൻട്രസ്റ്റിംഗ്. ദാറ്റ് സൗണ്ട്സ് ഇൻട്രസ്റ്റിംഗ്. അപ്പോ ദാറ്റ് കഴിഞ്ഞിട്ട് സൗണ്ട്സ്, ദാറ്റ് സിംഗുലർ ആയിട്ട് വന്നുകൊണ്ട് സൗണ്ടിന്റെ കൂടെ എസ് നമ്മൾ ചേർത്തു. കാരണം മറക്കരുത്, ഇവിടെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ശബ്ദമല്ല, ഇത് കേട്ടിട്ട് നമുക്ക് ഇങ്ങനെ തോന്നുന്നു എന്ന്. അപ്പൊ അതൊരു വേർബാണ്. അപ്പൊ ദാറ്റ് സൗണ്ട്സ് ഇൻട്രസ്റ്റിംഗ്. അതേസമയം ആരെങ്കിലും ഒരു പ്ലാൻ പറയുമ്പോൾ അത് കുറച്ച് റിസ്കി ആയിട്ടാണ് നമുക്ക് തോന്നുന്നതെങ്കിലോ അവിടെ നമ്മൾ എന്ത് പറയും? ദാറ്റ് പ്ലാൻ സൗണ്ട്സ് റിസ്കി. ദാറ്റ് പ്ലാൻ സൗണ്ട്സ് റിസ്കി. മനസ്സിലായോ? ആ പ്ലാൻ, ദാറ്റ് പ്ലാൻ, അതുകൊണ്ടാണ് സൗണ്ട്സ് എന്ന് വീണ്ടും നമ്മൾ പറഞ്ഞത്. ദാറ്റ് പ്ലാൻ സൗണ്ട്സ് റിസ്കി. ഇനി ഈ സെന്റൻസ് നോക്കൂ. ഞാൻ പൂവ് മണത്ത് നോക്കി. ഞാനൊരു ഫ്ലവർ ജസ്റ്റ് അതിന്റെ മണത്ത് നോക്കി. ഇവിടെ എന്ത് പറയും? ഐ സ്മെൽഡ് ദ ഫ്ലവർ. അപ്പൊ അവിടെ ഐ സ്മെൽഡ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ ഒരു കാര്യം ചെയ്തു, അല്ലെ? ഒരു ആക്ഷൻ വേർബായിട്ടാണ് വന്നത്. ഐ സ്മെൽഡ് ദ ഫ്ലവർ. പക്ഷെ അടുത്തത് നോക്കൂ. പൂവിന് നല്ല സുഗന്ധമായിരുന്നു, നല്ല വാസനയായിരുന്നു. അപ്പൊ അവിടെ എന്ത് പറയും? The flower smelled sweet. The flower smelled sweet. അവിടെ ആ പൂവ് ഒന്നിനെയും മണത്ത് നോക്കിയിട്ടില്ല, പക്ഷെ പൂവിൽ അങ്ങനെ ഒരു മണം ഉള്ളതായിട്ട് നമുക്ക് തോന്നുകയാണ് ചെയ്തത്. അപ്പൊ അവിടെ എന്താ പറഞ്ഞത്? The flower smelled sweet. മനസ്സിലായോ? അപ്പൊ അവിടെയും നമ്മളൊരു സെൻസ് വേർബാണ് ഉപയോഗിച്ചത്. സ്മെൽ എന്ന് പറയുന്നത് ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ കൊണ്ടുവന്നു. നമുക്ക് ആരോടെങ്കിലും നിങ്ങളുടെ പെർഫ്യൂമിന് നല്ല സുഗന്ധം ഉണ്ട് കേട്ടോ, നല്ല സ്മെല്ല് എന്ന് പറയണമെങ്കിൽ your perfume smells nice എന്ന് പറയും. your perfume smells nice. അത് നിങ്ങൾ ഉപയോഗിച്ചിട്ട് നന്നായിട്ടിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ your perfume smells nice on you എന്ന് പറയാം. your perfume smells nice. കണ്ടോ, ആ ഒരു സുഗന്ധം കിട്ടുമ്പോൾ നമുക്കാണ് അങ്ങനെ തോന്നിയത്, പക്ഷെ അതിന് പറഞ്ഞത് your perfume smells nice എന്നാണ്. ഇനി ഈ മുറിക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു സ്മെല്ലുണ്ട്, ഒരു ഫ്രഷ് ആയിട്ടുള്ള സുഗന്ധമുണ്ട് എന്ന് പറയണമെങ്കിൽ this room smells fresh എന്ന് പറഞ്ഞാൽ മതി. this room smells. this room ഒന്നായതുകൊണ്ട് സ്മെല്ലിന്റെ കൂടെ എസ് ചേർത്തു. this room smells fresh. ഇനി അടുത്ത സെൻസറി വേർബ് നോക്കാം. ഷാദി ഇത് നോക്കൂ. ഞാൻ സൂപ്പ് രുചിച്ചു നോക്കി. ഇവിടെ എന്ത് പറയും? I tasted the soup. ഞാൻ കഴിച്ചു എന്നല്ല, രുചിച്ചു നോക്കി എന്നാണ്. അപ്പൊ അവിടെ നമുക്ക് I ate എന്ന് പറയാൻ പറ്റില്ല, I tasted the soup എന്ന് പറയും, അല്ലെ? അവിടെ അതൊരു ആക്ഷൻ വേർബാണ്. ഞാനൊരു കാര്യം ചെയ്തു, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷെ ഇനി ഞാൻ പറയുന്നത് സൂപ്പിന് നല്ല രുചിയായിരുന്നു. അവിടെ എന്ത് പറയും? The soup tasted delicious. The soup tasted delicious. സൂപ്പ് ഒന്നിനെയും രുചിച്ചു നോക്കിയില്ല, സൂപ്പ് രുചിച്ചു നോക്കിയപ്പോ നമുക്കിങ്ങനെ തോന്നി. The soup tasted delicious. ഇപ്പൊ മനസ്സിലായോ? ഇതാണ് നമ്മൾ ഇന്ന് കാണുന്ന നാലാമത്തെ സെൻസറി വേർബ്, ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയണമെങ്കിലോ, ഈ കറിക്ക് എന്തോ ഒരു രുചി വ്യത്യാസം പോലെ, എന്തോ ഒരു വ്യത്യാസമുള്ളൊരു രുചി. എന്ത് പറയും? ദിസ് കറി ടേസ്റ്റ് സ്ട്രേഞ്ച്. ദിസ് കറി സിംഗുലർ ആയതുകൊണ്ടാണ് നമ്മൾ ടേസ്റ്റിന്റെ കൂടെ ആഡ് ചെയ്തത്. ദിസ് കറി ടേസ്റ്റ് സ്ട്രേഞ്ച്. ഇങ്ങനെയും പറയാട്ടോ, ദിസ് കറി ടേസ്റ്റ് എ ബിറ്റ് ഓഫ്. OFF എന്ന് വെച്ചാല് ഒരു രുചി വ്യത്യാസം പോലെ, കൊള്ളാത്തൊരു രുചി, അരുചി എന്നൊരു അർത്ഥത്തിലാണ് ഇത് നമ്മൾ പറയുന്നത്. ദിസ് കറി ടേസ്റ്റ് എ ബിറ്റ് ഓഫ് എന്ന് പറയാം. ഈ മരുന്നിന് വൃത്തിയായിട്ടൊരു രുചി, ഇതിന് വല്ലാത്തൊരു രുചിയാണ് എന്ന് പറയണമെങ്കിലോ, ദിസ് മെഡിസിൻ ടേസ്റ്റ് ഓഫുൾ.
ദിസ് മെഡിസിൻ ടേസ്റ്റ് ഓഫുൾ. ഇനി ടച്ചുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത സെൻസ് വേർബ് നോക്കാം. അപ്പൊ നമ്മളൊരു ബ്ലാങ്കറ്റ് എന്തെങ്കിലും തൊട്ട് നോക്കുകയാണ്, അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ദിസ് ബ്ലാങ്കറ്റ് ഫീൽസ് സോഫ്റ്റ് എന്ന് പറയും. അത് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഈ ഫീൽ എന്ന് പറയുന്ന വേർബ് ഇങ്ങനെ എന്തെങ്കിലും ടച്ച് ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു അർത്ഥത്തിൽ മാത്രമല്ല, നമ്മുടെ ഒരു ഫിസിക്കൽ പെയിനെ കുറിച്ചാവാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴും എല്ലാം നമുക്ക് ഈ ഒരു വാക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര ടയർഡായിട്ട് തോന്നുന്നു, ഞാൻ ടയർഡാണ് എന്ന് പറയണമെങ്കിൽ ഐ ഫീൽ ടയർഡ് ടുഡേ എന്ന് പറയും. ഐ ഫീൽ ടയർഡ് ടുഡേ. പരീക്ഷയ്ക്ക് മുമ്പ് അവൾക്ക് വളരെ നെർവസ് ആയിട്ട് തോന്നി എന്ന് പറയണമെങ്കിൽ ഷി ഫെൽറ്റ് നെർവസ് ബിഫോർ ദി എക്സാം. നെർവസ് ആയി എന്ന് പറയാൻ നമ്മുടെ മുമ്പ് ഷി ഗോട്ട് നെർവസ് എന്ന് പറഞ്ഞ ഓർക്കുന്നുണ്ടോ? അത് ആയി എന്ന് പറയാൻ. ഇതങ്ങനെ തോന്നി എന്ന് പറയാൻ ഷി ഫെൽറ്റ് നെർവസ് എന്ന് പറയാം. അപ്പൊ ഇതിൽ നമ്മൾ ആദ്യം കണ്ടില്ലേ, ദ ബ്ലാങ്കറ്റ് ഫീൽസ് സോഫ്റ്റ് എന്ന് പറഞ്ഞ ബ്ലാങ്കറ്റ് അല്ല ഒന്നിനെ പോയി തൊട്ട് നോക്കിയത്, ബ്ലാങ്കറ്റിനെ തൊട്ട് നോക്കിയപ്പോൾ നമുക്ക് തോന്നിയതാണ്. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ 5 സെൻസ് വേർബ്സ് നമ്മൾ കണ്ടല്ലോ, ലുക്ക്, സൗണ്ട്, ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കണ്ടില്ലേ. ഇതുപോലെ തന്നെ കുറച്ചുകൂടെ ജനറൽ ആയിട്ടുള്ള വേറെ 1-2 വേർബ്സ് കൂടെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് സെയിം എന്നുള്ള വേർബ് യൂസ് ചെയ്യാം. അപ്പൊ അവിടെ നേരിട്ട് വളരെ പ്ലെയിൻ ആയിട്ട് ലുക്ക് അങ്ങനെ ഒരു അർത്ഥത്തിലല്ല അത് ഉപയോഗിക്കുന്നത്. അങ്ങനെ കാണപ്പെടുന്നു, എന്തെങ്കിലും ഒരു കാര്യം കണ്ടിട്ട് നമുക്ക് അങ്ങനെ തോന്നുന്നു എന്ന് ജനറൽ ആയിട്ടുള്ള ഒരു മീനിങ്ങിലാണ് അത് നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് വറീഡ് ആയിട്ട് തോന്നുന്നല്ലോ എന്ന് പറയണമെങ്കിൽ, നിങ്ങൾ വറീഡ് ആയിട്ട് കാണപ്പെടുന്നു എന്ന് പറയണമെങ്കിൽ യു സീം വറീഡ് എന്ന് പറയാം. അവിടെ യു ലുക്ക് വറീഡ് എന്ന് പറയായിരുന്നു, പക്ഷെ സീം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ജനറൽ ആയിട്ടുള്ളൊരു ടേം ആണ്. അതുപോലെ അവളുടെ രീതിയൊക്കെ കണ്ടിട്ട് അവള് വളരെ അപ്സെറ്റ് ആണെന്ന് തോന്നുന്നു എന്നൊരു അർത്ഥം കിട്ടണമെങ്കിൽ ഇറ്റ് സീംസ് ദാറ്റ് ഷീസ് അപ്സെറ്റ് എന്ന് പറയാം. ഇറ്റ് സീംസ് ദാറ്റ് ഷീസ് അപ്സെറ്റ്. ഈ സീം പോലെ തന്നെ വേറൊരു വേർബാണ് എപ്പിയർ എന്ന് പറയുന്നത്. അതും വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ടേം ആണ്. മാത്രമല്ല അത് കൂടുതൽ ഫോർമൽ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അയാള് വളരെ കോൺഫിഡന്റ് ആയി കാണപ്പെടുന്നു എന്ന് പറയണമെങ്കിൽ ഫോർമൽ ആയിട്ട് പറയാൻ ഹി എപ്പിയേഴ്സ് കോൺഫിഡന്റ് എന്ന് പറയണം. ഹി എപ്പിയേഴ്സ്. സീംസിനേക്കാൾ കൂടുതൽ ഫോർമൽ ആയിട്ടുള്ള ഒരു വാക്കാണ് എപ്പിയർ. അതുപോലെ എന്തെങ്കിലും ഒരു വസ്തു പൊട്ടിയതായി കാണപ്പെടുന്നു എന്നൊക്കെ പറയണമെങ്കിൽ ഫോർമൽ ആയിട്ട് പറയണമെങ്കിലാണ് കേട്ടോ, അവിടെ നമ്മൾ പറയാ ഇറ്റ് എപ്പിയേഴ്സ് ടു ബി ബ്രോക്കൺ എന്നാണ്. ഇവിടെ സീംസ് പോലും അല്ല ഞാൻ ഉപയോഗിച്ചത്, ഇറ്റ് എപ്പിയേഴ്സ് ടു ബി ബ്രോക്കൺ. അപ്പൊ ഇങ്ങനെ സീം, എപ്പിയർ ഈ 2 വേർബ്സും ഈ ഒരു അർത്ഥത്തിൽ ജനറൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി ഇന്ന് നമ്മൾ കണ്ട ഈ ഫ്രേസസും കുറെ വൊക്കാബുലറി ഒക്കെ പഠിച്ചല്ലോ, അതിനൊക്കെ ബേസ് ചെയ്ത് ഞാനിവിടെ 4 ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. നന്നായിട്ട് ആലോചിച്ച് ടൈം എടുത്ത് ആൻസർ ചെയ്താൽ മതി കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നീ എത്രയധികം പഠിക്കുന്നോ അത്രയധികം മാർക്ക് കിട്ടും. അവിടെ ഉദ്ദേശിക്കുന്നത് നീ എത്രയധികം പഠിക്കുന്നോ അത്രയധികം മാർക്ക് നിനക്ക് കിട്ടും എന്നാണ് കേട്ടോ. സെക്കൻഡ് വൺ, ഞങ്ങൾ ആ ഷോ കാണുന്നത് കാത്തിരിക്കുകയാണ്. അതായത് അതിനു വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് എങ്ങനെ പറയും എന്ന് ആലോചിച്ച് നോക്കൂ. മൂന്നാമത്തത്, അയാള് പ്രസംഗത്തിനിടയിൽ ഇമോഷണൽ ആയി. പ്രസംഗം എന്നുള്ളതെന്ന് ഇവിടെ നമുക്ക് സ്പീച്ച് എന്ന് പറയാം. അപ്പൊ അയാള് സ്പീച്ചിനിടയിൽ ഇമോഷണൽ ആയി എന്നാണ് പറയേണ്ടത്. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ, ഈ പുഡിങ്ങിന് അപാര രുചിയാണ്. അതായത് അത്ര രുചിയാണെന്ന്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം അത്രയധികം രുചിയാണെന്ന് പറയാൻ എന്ത് വാക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റും? ഒരു വാക്ക് അമേസിങ് എന്നുള്ളതാണ്. വേറെയും വാക്കുകളുണ്ട്. അപ്പൊ ഏതാന്ന് വെച്ചാൽ നിങ്ങൾ ഉപയോഗിക്കൂ. അത് സെൻസറി വേർബായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ നന്നായിട്ട് ആലോചിച്ച് ആൻസർ ചെയ്യൂ. ഞാൻ ആൻസേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ അതെന്നെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. ഈ വീഡിയോയും പതിവ് പോലെ തന്നെ നിങ്ങൾക്ക് പരിചയമുള്ളവർക്ക് ഉപയോഗപ്പെടും എന്നുണ്ടെങ്കിൽ അവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കൂ. അപ്പൊ താമസിയാതെ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണാം. അതുവരെ